അങ്ങനെയൊക്കെ ഇരിക്കെ സോബി ജോർജിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ, സോബി ജോർജ് പറഞ്ഞ കാര്യത്തിൽ അയാൾ അടിയുറച്ച് നിൽക്കുന്ന, ഇപ്പോൾ CBI പറഞ്ഞതുപോലെ അത് അയാൾക്ക് എന്താ പറയുക, ഈ കേസിനെ വഴിതെറ്റിച്ച് വിടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും ആ വഴിതെറ്റിക്കാനുള്ളൊരു മോട്ടീവ് ഉണ്ടാവണ്ടേ, അതിനൊരു ഇൻറ്റൻഷൻ ഉണ്ടാവണ്ടേ. ആ ഇൻറ്റൻഷൻ എന്താണ് എന്ന് കണ്ടെത്തണ്ടേ. ആ ഇൻറ്റൻഷൻ കണ്ടെത്തിയാലല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കേസ് പൂർണ്ണമായും ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല, ഇതിൽ ദുരൂഹതകളില്ല എന്ന് പറയാൻ കഴിയുള്ളൂ. ഒരാൾ കൃത്യമായിട്ട് അന്ന് മുതൽ 6 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അയാൾ ഇടയ്ക്ക് വന്ന് അജിയെ പോലെ ഇടയ്ക്ക് വന്ന് പോയി എന്നുള്ളതൊക്കെ ആണെങ്കിൽ കോട്ടയം വെക്കാം. പക്ഷെ അങ്ങനെ അല്ലാതെ 6 വർഷമായി തുടരെ ഇതിൻ്റെ പുറകെ സ്വന്തം ജീവിതവും സ്വന്തം പ്രൊഫഷനും ജീവനും ഒക്കെ റിസ്ക് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അയാളെ മുഖവിലേക്ക് എടുക്കാതെ CBI അയാൾക്കെതിരെയും ആക്ഷൻ എടുത്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോയി എന്ന് പറയുന്നത് കുറച്ച് അതിക്രമമാണ് സത്യം പറഞ്ഞാൽ. കാരണം വെറും സാധാരണക്കാരുടെ ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ ഒരു മനുഷ്യനും സാക്ഷി പറയാൻ പോകരുത് എന്നൊരു തോന്നലിലേക്ക് പോകും ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ. എന്ത് കണ്ടാലും കണ്ടില്ല എന്ന് നടിച്ച് പോകാൻ തോന്നും. കാരണം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കേസിലൊക്കെ നമ്മൾ പൊതുവേ പറയുന്ന കാര്യമാണെങ്കിലും എന്ത് ഗ്രേവ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കണ്ടാലും ഒരു പ്രശ്നം കണ്ടാലും ഇടപെടാതെ പൊക്കോളൂ. കാരണം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഇതിൻ്റെ പിന്നാലെ ആയിരിക്കും. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് സോബി ജോർജ് എന്ന് പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ. ഇതുകൊണ്ട് തന്നെയാണ് സോബി ജോർജിൻ്റെ മൊഴി കൂടുതൽ പരിശോധിക്കേണ്ടതാണ് എന്ന് കോടതിയും ആവശ്യപ്പെട്ടത്. എന്നിട്ടും സെക്കൻഡ് തുടരന്വേഷണത്തിലും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് CBIയുടെ പിഴവ് തന്നെയല്ലേ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് പിഴവെന്ന് പറയുന്നത് മനഃപൂർവ്വമാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ 2 വ്യക്തികളുടെയും കാര്യം പറഞ്ഞു നിർത്തുമ്പോൾ സോബിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. 4 മരണങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ. ബാലുചേട്ടനും മോളും ആക്സിഡൻറ്റോടുകൂടി. വലിയമ്മാവൻ ബാലുചേട്ടൻ്റെ ഗുരു ശ്രീ B ശശികുമാർ, അദ്ദേഹം മരിച്ചത് ഈ CBI ഓഫീസേഴ്സ് തുടരന്വേഷണം എന്നുള്ള പേരിൽ വളരെ റൂഡായിട്ട് തന്നെ പല രീതിയിലും സംസാരിക്കുകയും ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിലുമൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടുത്ത ദിവസത്തിൽ സുഖമരണമൊക്കെ ആയിരുന്നു എന്നൊക്കെ ഞങ്ങൾ ആശ്വസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും അധികം കൺസേൺ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ്. പിന്നെ അതേ തുടർന്ന് മീര ചേച്ചി, ബാലുചേട്ടൻ്റെ ചേച്ചി, ബാലുചേട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അതിൽ നിന്ന് മരുന്ന് കഴിക്കാതെ ചികിത്സ ചെയ്യാൻ, അത് കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറാകാതെ വീണ്ടും സ്വയം ഒരു ഐസൊലേഷനിലേക്ക് പോയി ഞങ്ങളോട് ആരോടും സമ്പർക്കമില്ലാതെ ഒരു വല്ലാത്ത നിരാശയിലേക്ക് വീണ്ടും പോയിട്ട് ആണ് ചേച്ചിയുടെ ഇൻഫെക്ഷൻ കൂടിയതും അതൊരു സെപ്സിസിലേക്ക് മാറിയതും ചേച്ചി അവസാനം ജൂണിൽ മരിക്കുന്നൊരവസ്ഥ വന്നതും. ഈ 2 പേരും എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിന് വേണ്ടി, ഒരു പോസിറ്റീവായിട്ടൊരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികളാണ്. ഇതിനിടയിൽ മറ്റൊരാൾ, ഞങ്ങൾക്ക് ആർക്കും യാതൊരു ബന്ധമോ പരിചയമോ ഇല്ലാത്ത മറ്റൊരാൾ ഇതിനു വേണ്ടി 6 വർഷമായിട്ട് അലയുന്നു, ഒരു വോയിസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ധാർമ്മികമായി ഞങ്ങൾക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ജീവൻ, ഇതെല്ലാം പണം, ഓരോ പ്രാവശ്യം മൊഴി കൊടുക്കാമെന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് അദ്ദേഹം ട്രാവൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി സാധാരണക്കാർക്ക് ഊഹിക്കാൻ കഴിയില്ല. അതാണ് എത്ര പ്രാവശ്യമാണ് സ്വന്തം പണം മുടക്കി വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദിയാണ്. ആസ് ഫാമിലി ഞങ്ങൾക്ക് വല്ലാത്തൊരു ആദിയാണ്. കാരണം ഇനിയൊരു ജീവനും കൂടി ഉത്തരം പറയേണ്ടി വരുന്ന, ഒരു ധാർമ്മികമായി ബാധ്യത ഏൽക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡെസ്പെറേറ്റ് സിറ്റുവേഷനിൽ വെറുതെ ഈ ഫാമിലി ഇഷ്യൂസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൃത്യമായ നടപടികളിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അതാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ലക്ഷ്മി ഉൾപ്പെടെ.